നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ഒരു മലയാളം ചാനലിൽ ഒരു ന്യൂസ് ബ്രേക്ക് ഉണ്ടായി. അതായത് ഇസ്രായേലിൽ ഓശാന ഞായറാഴ്ചയാണ് കത്തോലിക്ക വിശ്വാസികളെ പള്ളിയിൽ കയറ്റിയില്ല. ഒരു കർദിനാളിനെ ആട്ടി ഓടിച്ചു. അതിനുശേഷം ആ കർദിനാൾ വന്ന ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയോ വർഷത്തരം വിളിച്ചു പറയും. ആദ്യമായി ഞാൻ പറയട്ടെ, ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഈ കുപ്പായം ഇട്ട് നടക്കുന്ന 90% അച്ഛന്മാരും കർദിനാളുമാണ് ഞങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ അച്ഛന്മാരും വിശ്വാസികളും ദൈവവിശ്വാസികൾ നിങ്ങൾ ഇവർ പറയുന്നവർ വിശ്വസിക്കരുത്. ഒരു ജൂതൻ, ഒരു ഇസ്രായേലിൽ നിന്ന് ഒരു വ്യക്തി മുന്നോട്ട് വന്ന് പറയട്ടെ, അതായത് കത്തോലിക്ക വിശ്വാസികൾ അവിടെ വെറുക്കപ്പെട്ടവരാണ്, അവർ തടയുമെന്ന് പറയുന്നത് വരെ ഞാൻ ഇൻ്റർനെറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കില്ല. നടന്ന സംഭവം എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന സെപ്പുൾക്കൽ പള്ളിയിൽ പോയിട്ടുണ്ടോ? അവിടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ പ്രവേശനമാണ്. അത്തരത്തിൽ ഒരു ഈ പറയുന്ന യുദ്ധ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആംബുലൻസുകൾക്കോ ട്രക്കുകൾക്കോ അവിടെ എത്താൻ സാധിക്കില്ല. അതിനാൽ അനേകം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കും. സഭ എന്ന് പറയുന്നത് വെറുപ്പ് പടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ്. ഇന്നലെ ചാനലിൻ്റെ അണ്ടറിൽ ഒരു സുഹൃത്ത് എന്ന് പറയുകയാണ്, കണ്ടില്ലേ കത്തോലിക്ക വിശ്വാസികൾ ആട്ടി ഓടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ജെറുസലേമിലെ എല്ലാ പുണ്യനഗരങ്ങളും എല്ലാ പുണ്യ സ്ഥലങ്ങളും ഇതിനോടകം അടച്ചിരിക്കുകയാണ്. 50-ൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനമില്ല, കൂട്ടം കൂടാൻ അനുവദനീയമല്ല. ഈ ചർച്ച് ഓഫ് ഹോളി സെപ്പുൾക്കർ ഈ അടുത്ത പള്ളിയുടെ തൊട്ടടുത്താണ് കഴിഞ്ഞ ആഴ്ച അവിടെ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണത്. പള്ളിക്കാണെങ്കിൽ ശക്തമായ ബങ്കറുകൾ പോലുമില്ല. പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന പൊസഷൻ പോലും, ഈ പറയുന്ന നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം പോലും പല പള്ളികളിലും നിരോധിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു യുദ്ധ അവസ്ഥയിലാണ്. അതിനാണ് സത്യം പറഞ്ഞ കത്തോലിക്ക സഭയിൽ ആ കർദിനാൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മാറ്റിവെക്കണമായിരുന്നു. ഇന്ന് യൂറോപ്പിൻ്റെ 90% പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ഫ്രാൻസിസ് പോപ്പ് മാർപ്പാപ്പയാണ്. ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള പല പോപ്പന്മാരും കർദിനാളുകളും കത്തോലിക്ക സഭയുടെ മാത്രമല്ല ലോകത്തിൻ്റെ ശരിക്കും പറഞ്ഞ നിലനിൽപ്പിന് ഭീഷണിയാണ്. സത്യം പറഞ്ഞാൽ പല ഇപ്പോൾ കത്തോലിക്ക വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗാർഡൻ ടോംബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈസ്റ്റർ സേവനം ലൈവായി നടത്തുന്നതിന് പകരം റെക്കോർഡ് ചെയ്ത് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഇസ്രായേലിൽ. അതായത് ഇപ്പോൾ നടക്കുന്ന കാരണങ്ങൾ ശക്തമായിട്ടുള്ള ആശയക്കുഴപ്പത്തിന് അവസ്ഥ കൊടുക്കുക. അതായത് നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട സംഭവം ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ പുണ്യസ്ഥലങ്ങൾ മാത്രമല്ല, എല്ലാ പുണ്യസ്ഥലങ്ങളുടെ ഭൂമിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസിന് മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും പുണ്യസ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഇറാൻ ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ലക്ഷ്യമിടുന്നു. അവ സംരക്ഷിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. കാരണം ഹിന്ദു, അതായത് ഈ ക്രിസ്ത്യൻസിൻ്റെയും ജൂയിഷിൻ്റെയും മുസ്ലിം സഹോദരന്മാരുടെയും എല്ലാവരുടെയും പുണ്യസ്ഥലങ്ങളുള്ള ഭൂമിയാണ് ഇസ്രായേൽ. അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണമല്ല. യുദ്ധസമയത്ത് ഞാൻ ചോദിക്കുന്നു, അതായത് 2ാം ലോക മഹായുദ്ധ സമയത്ത് ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ അടച്ചിട്ടു. ഈ പറഞ്ഞ കോവിഡ് സമയത്ത് നമ്മുടെ വത്തിക്കാൻ അടച്ചിട്ടപ്പോൾ എന്താ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയേണ്ടി വരൂ. ഇത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് വെറും കുറ്റപ്പെടുത്തുക, അതായത് പരത്തുക ഇത്രയും ഈ കർദിനാളിലേക്ക് എന്തിൻ്റെ ഒരു പോക്കുത്തരമല്ലേ അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്ത ബോധമില്ല. നിങ്ങളെപ്പോലുള്ള ഉത്തരവാദിത്ത ബോധമില്ലാത്തതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇന്ന് ശോഷിച്ച അവസ്ഥയിൽ, അതായത് പറയുന്ന വൈരാഗ്യം പടർത്തുന്ന സന്ദേശങ്ങൾക്ക് ആക്കം വെച്ചു കൊടുക്കുകയാണ് ഈ പറയുന്ന കർദിനാൾ. അദ്ദേഹം മാന്യമായിട്ട് പറയണം, ശരിയാണ്, ഇതൊരു യുദ്ധസന്നാഹമായ രാജ്യമാണ്, കാരണം ഇവിടെ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ പോയിരുന്ന് ഓശാന ആഘോഷിക്കാം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം വിദ്വേഷം പടർത്തുകയാണ്. മതങ്ങളെ തന്നെ തർക്കിക്കുന്ന, അതായത് ക്രിസ്തുവിൻ്റെ ഭാഷ സംസാരിക്കുന്ന കർദിനാൾ ക്രിസ്ത്യാനികളെ തമ്മിൽ വേർതിരിക്കുന്ന ശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു ജൂതൻ, അവിടെയുള്ള ക്രിസ്ത്യാനികൾ, അതായത് ഈ പറയുന്ന ഇസ്രായേലുള്ള മലയാളി ക്രിസ്ത്യാനികളും കത്തോലിക്കരും മുന്നോട്ട് വന്ന് പറയട്ടെ, അതായത് ഇത് അങ്ങനെയല്ല, ജൂതന്മാർ ഇങ്ങനെയല്ല എന്ന് പറയട്ടെ. ഇത് ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ വൈരാഗ്യം സൃഷ്ടിക്കുന്ന ശ്രമം നടത്തുന്ന ഈ കർദിനാളിനെ ചവിട്ടി പുറത്താക്കണം. ശരിക്കും പറയാം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തർക്കിച്ചാൽ ജയിക്കുന്നത് നമ്മളെ പുറത്താക്കാൻ കാത്തിരിക്കുന്നവരാ. വ്യക്തമാക്കി മനസ്സിലാക്കുക. എൻ്റെ കത്തോലിക്ക സഭ വിശ്വാസം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത്. എനിക്കറിയാം നമ്മുടെ മലയാളികളായ കത്തോലിക്കരൊക്കെ അല്പം ബുദ്ധിയും വിവേകമുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഈ പറയുന്ന കർദിനാളിൻ്റെ വാക്ക് വിശ്വസിക്കുന്നത്
വിശ്വസിക്കില്ല എന്നാലും പറയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിലുമുണ്ട് കുറേ കള്ള നാണയങ്ങൾ, ഈന്തപ്പഴം തിന്ന് തടിച്ച് വീർത്ത് കോൺഗ്രസ്സുകാരിൽ നടക്കുന്ന കുറേ കള്ള നാണയങ്ങൾ. എല്ലാവരും നല്ല വെറും നല്ല അച്ഛന്മാരൊക്കെ ഒരുപാടുണ്ട്. കാരണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന നല്ല അച്ഛന്മാരുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കള്ള നാണയങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.